ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ പതുക്കെയാണ് സബ്ജക്റ്റ് എടുക്കുന്നത്. കാരണം ഇത് കുറച്ച് അതായത് നമുക്കൊരു പ്രീ റിക്വസിഷൻ ഉണ്ട്. പ്രീ റിക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം അത് നിങ്ങൾ എന്തായാലും കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്യണം. കാരണം എന്താ ഡിസ്ക്രീറ്റ് സീക്വൻസസ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമുക്ക് പക്ഷെ പേടിക്കണ്ട. നമ്മൾ ആവശ്യമുള്ളത്, അതായത് അതാത് സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുക, അത് പഠിച്ചു വെക്കുക, അത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യുക. ഒരു കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സീക്വൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മ വരും എന്താണ് റിസൾട്ട്. അതായത് ചെയ്ത് നോക്കാതെ തന്നെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വരും. ഓക്കെ, സോ നമ്മൾ ഗിവ് അപ്പ് ആവരുത്, നമ്മളത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അറ്റ് t = 0? നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസും പിന്നെ എലമെന്ററി സിഗ്നൽസ്, അതായത് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റിലുള്ള എലമെന്ററി സിഗ്നൽസ്, അത്രയും ടോപ്പിക്സേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, then what is the magnitude of the impulse function at t = 0? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും എന്താണ് യൂണിറ്റ് ഇമ്പൾസ്, സോ യൂണിറ്റി അല്ലെ, അത് മാർക്ക് ചെയ്യാൻ നോക്കും. ബട്ട് വി ഹാവ് ടു ഗെറ്റ് ദി എസെൻസ് ഓഫ് വാട്ട് ഇസ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താ, ഏരിയ അണ്ടർ ദി കർവ് ഇസ് 0 എന്നാണ്. ഏരിയ, അതായത് ഡെൽറ്റ ടെൻസ് ടു 0 എന്നല്ലേ. അപ്പോൾ ദ ഏരിയ അണ്ടർ ദി കർവ് ടെൻസ് ടു 0. അപ്പോൾ ഏരിയ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അത് ഡിവിഷൻ ബൈ 0 എന്ന് പറയണത്. അതായത് ദ ഏരിയ അണ്ടർ ദി കർവ് 0 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇൻഫിനിറ്റി ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പോൾ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് ഇൻഫിനിറ്റ്. ജസ്റ്റ് ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡെൽ ഓഫ് ടി ഓർ ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു റെക്ടാങ്കുലർ ഫംഗ്ഷനെ ഇമ്പൾസ് ഫംഗ്ഷൻ ആക്കി മാറ്റാം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സോ അതിൽ ഈ ഏരിയ ആണ് നമ്മൾ ടെൻസ് ടു 0 ആക്കുന്നത്. അപ്പൊ ഏരിയ ഇത് അതായത് വിഡ്ത്ത്. സോ ഈ സംഭവം ഈ വിഡ്ത്താണ് ടെൻസ് ടു 0 ആക്കുന്നത്. സോ അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റ്. Okay, let's just move to the second one. The second one is the signal x of t. So the signal x of t is equal to 3 cos phi t plus pi by 6 is a periodic signal with a period of. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ് ഓഫ് ടി അല്ലേ. നമ്മൾ ഓർത്ത് വെക്കുക എന്തൊക്കെയാണ് ടി പ്ലസ് പൈ ബൈ 6. ഈ സിഗ്നൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ഇൻഫോർമേഷനും, അതായത് പ്രോബ്ലം ചെയ്യാൻ മാത്രം റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുള്ളതാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്കിവിടെ പീരിയോഡിക് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഒരു പീരിയോഡിസിറ്റി, നമുക്കൊരു സൈനസോയിഡൽ വേവിന്റെ ഒരു പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് 2π/ω. ഇത് നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല ഈ ഒരു ഇക്വേഷൻ. സോ ഇതില് ഒമേഗയുടെ സ്ഥലത്ത് ഏതാന്ന് നോക്കുക. ഇവിടെ ഒമേഗയുടെ സ്ഥലത്ത് എന്താ? ഇറ്റ് ഈസ് 5 അല്ലെ. സോ ഇറ്റ് ഇസ് 2π/5. അങ്ങനത്തെ ഒരു ആൻസർ ഉണ്ടാവും. യെസ്, സോ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആവണം. ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ് ഓഫ് ടി ഒരു സൈനസോയിഡലിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ് ദിസ് വൺ ഒമേഗ ടി പ്ലസ് 5 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒമേഗേനെയാണ് നമുക്ക് ആവശ്യം. ഇവിടെ അതേപോലെ തന്നെ എക്സ് ഓഫ് ടി ഈക്വൽ ടു എയുടെ സ്ഥലത്ത് 3 കോസ് 5t പ്ലസ് 5/6.
അപ്പോൾ ഈ ഒമേഗയുടെ സ്ഥലത്ത് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ്സ് ഓൾ. Next is the third question. Determine the average power of the signal x of t is equal to cos 2 pi f0 t. അപ്പോൾ നമുക്ക് ഇത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ. നമുക്ക് ഇതൊക്കെ നിങ്ങൾ പവർ കാണാൻ പറയുമ്പോൾ ആവറേജ് പവർ കാണുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ചെയ്തു വരുമ്പോൾ പവർ ഓഫ് എ സിഗ്നൽ അല്ലെ, പവർ ഓഫ് എ സിഗ്നൽ ലിമിറ്റ് t tends to infinite 1/2t integral minus t to t അല്ലെ x of t the whole square dt. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ നോക്കും, പക്ഷെ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറെ സമയം. പക്ഷെ we have for a periodic signal or for a sinusoidal signal the average power, അതായത് നമുക്ക് ആകെ പീരിയോഡിക് സിഗ്നൽ സൈനുസോയിഡലും എന്താണ് എക്സ്പോണൻഷ്യൽ അല്ലെ, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വേവും പീരിയോഡിക് സിഗ്നൽ വിത്ത് പീരിയോഡിസിറ്റി 2 pi by omega. അതിൽ വ്യത്യാസമൊന്നുമില്ല ഹിയർ. അപ്പൊ ദി ആവറേജ് പവർ പി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, a²/2 സൈനോ കോസോ അങ്ങനത്തെ ഫോമാറ്റ് ഒക്കെ, അങ്ങനത്തെ ഫോം ഇക്വേഷൻ ആണ് തരുന്നെങ്കിൽ ഈ ഒരു ഇത് പഠിച്ചു വെക്കാം കേട്ടോ, ദി ആവറേജ് പവർ എന്ന് പറയുന്നത്. ബിക്കോസ് അത് എന്തായാലും സ്ക്വയർ ചെയ്തിട്ടുള്ളൊരു ഫോം അല്ലേ. ദിസ് ഇസ് ആവറേജ് പവർ. കാരണം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചറിയാൻ പറ്റും. പീരിയോഡിക് ഫംഗ്ഷന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഒരു ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. പിന്നെ വരുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. കാരണം ഇതിന്റെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 + cos 2 θ/2. അപ്പൊ cos 2 θ എന്നുള്ള ഒരു ഫാക്ടർ 0 ആയി പോകും. പിന്നെ അവിടെ 1 ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോ അല്ലെ, ഇവിടെ a എന്ന് പറയുന്നത് ഹിയർ a is equal to 1. So p is equal to 1/2 which is 0.5 watt. Okay, yes, D is the answer. Next is 4. A signal is said to be deterministic if there is no uncertainty over the signal. Yes, അല്ലേ, ഡിറ്റർമിനിസ്റ്റിക്കും അൺസർട്ടണിറ്റിയും ഒരേ ഇതാണ്. ഡിറ്റർമിനിസ്റ്റിക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇക്വേഷൻസ് ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ആൻഡ് റാൻഡം ഇസ് നോൺ ഡിറ്റർമിനിസ്റ്റിക്, ഇറ്റ്സ് ഓൾസോ ഓക്കെ. Random is non-deterministic if it is not expressible through mathematics. Okay, ഇതെല്ലാം 4 okay ആണ്. And the answer is 1, 2, 3. So D is the answer. Next is 5. Find the fundamental frequency of a periodic signal. Okay. അപ്പൊ V of t is equal to നമ്മൾ 2 എണ്ണം വരുന്നതൊക്കെ ചെയ്തു അല്ലെ. അതിന്റെ റേഷ്യോ കണ്ടിട്ട് അതൊരു എന്താ റാഷണൽ നമ്പർ ആയിരിക്കണം. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പീരിയോഡിക് ഫ്രീക്വൻസി അല്ലെ, പീരിയോഡിക് ടൈം, അതായത് ടി ഈസ് ഇക്വൽ ടു പീരിയോഡിക് ടൈം പീരിയഡ് എത്രയാണെന്നുള്ളത് കേൾക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആക്കി നോക്കുക. ഇറ്റ് ഇസ് ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കണേ. ദാറ്റ് ഇസ് ω0 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ടി ആണ് നോക്കാറ്. സോ നമുക്ക് എന്തായാലും ടി കിട്ടിയാലോ ഒമേഗ കിട്ടിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വാല്യൂ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 2 സിഗ്നൽ അല്ല. അപ്പൊ 3 എണ്ണോ അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. It is, however, we can find the periodicity. So for V1 of t, it is 30 sin 100 t അല്ലേ. അപ്പോ T1 എന്ന് പറയുന്നത് 2 pi by 100. Okay, and V2 of t is 10 cos 300 t. So T2 is 2 pi by 300. And V3 of t is equal to 6 sin 500 t plus pi by 4. So it is about T3 എന്ന് പറയുന്നത് 2 pi by 500.
അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ളൊരു റിലേഷൻ ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് 2π/100, പിന്നെ 2π/300 ആൻഡ് 2π/500. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ എന്തായാലും കണ്ടുപിടിച്ച് ചെയ്യുന്നേക്കാളും നല്ലത് ഇത് നമുക്ക് ന്യൂമറേറ്റേഴ്സിന്റെ LCM എടുക്കാം. LCM എടുക്കാം ആൻഡ് ഡിനോമിനേറ്റേഴ്സിന്റെ കോമൺ ഹയസ്റ്റ് ഫാക്ടർ, ഹയസ്റ്റ് കോമൺ HCF എടുക്കാം. ഓക്കെ, അതായത് ന്യൂമറേറ്റേഴ്സിന്റെ LCM എടുക്കാം, ഡിനോമിനേറ്റേഴ്സിന്റെ HCF എടുക്കാം. അപ്പൊ ന്യൂമറേറ്റേഴ്സിന്റെ LCM എന്ന് പറയുമ്പോൾ 2π തന്നെയാണ് അല്ലെ? സോ ഇറ്റ് ഇസ് 2π തന്നെയാണ്. ആൻഡ് ഡിനോമിനേറ്റേഴ്സിന്റെ LCM കോമൺ ഫാക്ടർ, അപ്പൊ കോമൺ ഫാക്ടർ ഇതിൽ നോക്കുമ്പോൾ എന്തായാലും 100 ആയിരിക്കും. സോ ഇറ്റ് ഇസ് ദിസ് വൺ ആൻഡ് വി ഗെറ്റ് T0 is equal to this one അല്ലെ? അപ്പോ ω0 എന്തായിരിക്കും? which is equal to 2π/ω0. So ω0 is equal to 100 radian per second. ക്ലിയർ ആയില്ലേ? ഇപ്പൊ HCF ഒക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാലോ, അത് ചെയ്ത സമയമാണ്. ഓക്കെ, ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ദാറ്റ്സ് 100. അപ്പോൾ 100 ആണ് ചോദ്യം. ക്ലിയർ ആക്കുക, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. And the sixth one is find the smallest angular frequency. Smallest angular frequency എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നെയാണ്. This is nothing but this is fundamental frequency for which discrete time sinusoidal signal with the following fundamental period is. അപ്പോൾ fundamental period T0 തന്നിട്ടുണ്ട്. T0 is equal to, that is n for a discrete time system, it is n is equal to 5 അല്ലേ? n 5 ആണ്. ആൻഡ് of course for a discrete time system that's not system, signal, sorry, discrete time signal, the fundamental frequency അല്ലേ? We have n is equal to 2π/ω. Then നമ്മളോട് ആംഗുലർ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് 2π/5 radian per second. So it is D. നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് ഗ്രാജുവലി നമ്മൾ അത് ഉറപ്പിച്ചിട്ട് വേണം വേറെ പുതിയ പുതിയ പ്രോബ്ലംസിലേക്ക് പോകാനായിട്ട്. ദി ഇഫക്റ്റീവ് വാല്യൂ ഓഫ് എ പീരിയോഡിക് സിഗ്നൽ ഇസ് എക്സ്. ഓക്കെ, അപ്പൊ ഒരു പീരിയോഡിക് സിഗ്നൽ ആവുമ്പോൾ അതെന്തായാലും ഒരു പീരിയോഡിസിറ്റി ഉണ്ട് അതിനല്ലേ, ഒരു ഫ്രീക്വൻസിന്റെ പീരിയോഡിസിറ്റി ഉണ്ട്. ദാറ്റ് മേ ബി എ സൈൻ, ദാറ്റ് മേ ബി എൻ AC സിഗ്നൽ. അപ്പോൾ എന്തായാലും അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് അതിന്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ ഓർത്ത് വെക്കേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി the real part of a complex exponential sequence. അപ്പോൾ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇറ്റ് ഇസ് jωn and which is nothing but it is എന്താണ് cos ωn plus j sin ωn അല്ലേ? ഈ ഒമേഗ തന്നെയാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നതും. ഇറ്റ് ഇസ് ഞാനൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇത് എഴുതിയേ ഉള്ളൂ. സോ ദ റിയൽ ടേം, ദിസ് ഇസ് ദ റിയൽ, ബിക്കോസ് ഇറ്റ് ഇസ് സിഗ്മ പ്ലസ് j ഒമേഗ അല്ലേ? സോ ഇറ്റ് ഇസ് റിയൽ ടേം ഇസ് cos omega. Okay. ഒന്ന്
പൊടി തട്ടിയെടുക്കണം നിങ്ങളുടെ ഈ സബ്ജക്റ്റ്. So find the fundamental period of the discrete signal x of n is equal to e raised to j prime. This is also a complex exponential signal, so it's periodic, and its periodic fundamental periodic period is periodicity with a fundamental period is 2 pi by omega. Because complex exponential signal ആയതുകൊണ്ട്. Okay, and so it is 2 pi by omega സ്ഥലത്ത് pi by 4, so it is 8 seconds. C is the answer. Next, determine whether the following signal are energy signals or power signals or neither. Okay, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം ഇപ്പൊ ഏതെങ്കിലും ഒരു നമുക്ക് എളുപ്പം ചെയ്യുന്നത് എനർജിയാണ്, കാരണം അതിന്റെ ബൈ ഡിവൈഡഡ് ബൈ എന്നുള്ള എക്സ്പ്രഷൻ ഒന്നും ഇല്ലല്ലോ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പൊ അത് ആദ്യത്തത് ചെയ്ത് നോക്കാം. എനർജി ഈസ് ഈക്വൽ ടു limit t tends to 0 integral minus infinity to infinity x of t the whole square dt. അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. So it is limit t tends to 0, sorry, t tends to infinite, expression ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെറ്റിക്കുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കിക്കോ. And e is equal to what is it? A limit t tends to infinite integral minus t to t. ഇതാണ് എക്സ്പ്രഷൻ x of t the whole square dt. അല്ലേ, so here it is limit t tends to infinite x of t the സ്ഥലത്ത് minus t to t e raised to minus 80 u of t dt. അല്ലേ, and നമുക്കറിയാം u of t exist for t is greater than 0. അല്ലേ, ബാക്കി ഒരു സ്ഥലത്തും യു ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ബാക്കി എല്ലാ സ്ഥലത്തും യു ഓഫ് ടി 0 എൽസ് യു ഓഫ് ടി is equal to 0. അപ്പൊ നമുക്ക് ആ ലിമിറ്റിനെ 0 to t എന്നാക്കാം. അല്ലേ, and it is limit t tends to infinite integral 0 to t e raised to minus 80 dt. ഇതായിട്ട് ചുരുങ്ങി. And it is limit t tends to infinite. ഒരു സ്ക്വയർ എവിടെ പോയി? Sorry, it is 280. ഇവിടെ u of t യുടെ വാല്യൂ വന്നാണെന്ന് അറിയാലോ. So it is 280 and this becomes integrate ചെയ്യുമ്പോൾ e raised to 18 integrate ചെയ്യുമ്പോൾ 1 by minus 1 by 2a e raised to minus 280. അല്ലേ, ഇതിനെ നമ്മൾ 0 to t and which is limit t tends to infinite 1 by 2a minus 1 by 2a t തരുമ്പോൾ it is minus t. അല്ലേ, so e raised to minus 2a t minus e raised to 0 വരും. e raised to 0 is 1 and limit t tends to infinity 1 by 2a. E raised to minus infinity is 0. അല്ലേ, 0 minus 1.
ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ it becomes 0 minus 1. So it is minus plus ആവും, and it is 1/2a, which is a value അല്ലേ. And a is greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. So it is finite. And first one is an energy signal. Therefore, e raised to minus 80 is energy. അപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷൻ ഓർത്ത് വെക്കുക. അതായത് e raised to minus 80 u of t എന്ന് തരികയാണെങ്കിൽ ഇറ്റ്സ് ആൻ എനർജി സിഗ്നൽ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ പഠിക്കാം. ഒരു ടിപ്പാണ്. അതായത് ഇപ്പൊ ഈ താഴത്തത് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിക്കും. അപ്പൊ e raised to omega എന്ന് പറയുന്നത് നമ്മൾ എക്സ്പൊണൻഷ്യൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സ്പൊണൻഷ്യൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നറിയാം അല്ലെ. നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പീരിയോഡിക് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് എ പവർ സിഗ്നൽ. പീരിയോഡിക് ഫംഗ്ഷന് എനർജി സിഗ്നൽ അല്ല. അപ്പോ e raised to minus 80 ഏതാണ് u of t? ഇറ്റ്സ് എൻ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, അത് ഒരു പുതിയ കാര്യമാണ്, നോട്ട് ചെയ്യാം. എന്താ periodic signals are power signals. Okay, and aperiodic signals are energy signals. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതെന്തായാലും e raised to omega എന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ ആണല്ലോ, ആൻഡ് ഇറ്റ്സ് പീരിയോഡിസിറ്റി ഈസ് 2π/n ആണ് അല്ലേ. സോ 2π/omega, ദാറ്റ് ഈസ് ഈ 3 വരും. സോ ഇത് എന്തായാലും ദിസ് ഇസ് എനർജി സിഗ്നൽ, സോറി പവർ സിഗ്നൽ. This is energy because energy is finite. Energy finite ആണെങ്കിൽ പിന്നെ അത് പവർ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, then this is so here see energy signal B is a positive. This one is the answer. നമുക്ക് ചെയ്ത് നോക്കാം. e raised to 2 into e raised to j3 എന്നിട്ടിട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ഒരു അതിൻ്റെ ഒരു പവർ ഫൈനൈറ്റ് ആയിട്ട് കിട്ടുന്ന കാണാം. അപ്പോൾ എന്താണ് ഇത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവേണ്ടത്? aperiodic signals are power signals. Periodic signals are power signals. Aperiodic signals are energy signals. And for energy signal, energy is finite and power is 0. And for a power signal, power is finite and energy is infinite. Okay, ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കും. Next is 11. Dash are those signals whose values are completely specified for any given of time. Of course, it is a deterministic signals. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം. Evaluate, ഇത് നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഇതൊക്കെ വന്നാൽ നിങ്ങൾ സന്തോഷിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കണ്ട വലിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല അതില്. ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ആൻഡ് ഇറ്റ് മൈനസ് ഇന്റഗ്രൽ -1 to 1 del അല്ലെ. നമുക്ക് ഉണ്ടല്ലോ ഇന്റഗ്രൽ -infinity to infinity x of t del of t minus t0 അല്ലെ is equal to x of t0 ആണല്ലോ. സോ ഹിയർ ആ രീതിയിലൊക്കെ തന്നെയുള്ള ഫംഗ്ഷൻ ആണോ? ഓക്കെ, ഇവിടെ del of t ആണ്. del of t means what? del of t is equal to നമുക്ക് എന്ത് എഴുതാം? del of t minus 0 അല്ലെ. സോ നമുക്ക് t0യുടെ സ്ഥലത്ത് 0 ആക്കി എടുക്കാം. ആൻഡ് so we can have 3t square. 0 ഈ അതും കൂടി ശ്രദ്ധിക്കണം. ഈ മൈനസ് ഇന്റഗ്രൽ -1 to 1 എന്ന് പറയുന്നത് 0 ഈ ഇതിന്റെ ഈ ലിമിറ്റിന്റെ ഉള്ളിൽ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഓക്കെ,
in this limit del of 0, അതായത് sorry, that is del of t minus t0 exist. ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് t plus t1 at t is equal to 0 അല്ലേ? So this one answer. Okay, C is the answer. ഇതൊക്കെ കിട്ടുമ്പോൾ നല്ല ഒരു അടുത്തത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും അല്ലേ? ആൻഡ് ദിസ് വൺ, which of the following signals is not a periodic signal? അപ്പോൾ നമ്മൾ പീരിയോഡിക് സിഗ്നൽ അല്ലാത്തത് എന്താണ്? റേഷ്യോ ഒരു ഇറാഷണൽ സിഗ്നൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കോസ് ഒരു പീരിയോഡിക് സിഗ്നൽ ആണെന്നറിയാം. ഇതൊരു പീരിയോഡിക് കോസും സൈൻ ചെയ്യുന്ന ഒരു പീരിയോഡിക് സിഗ്നൽ ആണ്. പിന്നെ ഇത് ഒരു പീരിയോഡിക് സിഗ്നൽ ആണ്. ബട്ട് ദിസ് വൺ, വാട്ട് അബൌട്ട് ദിസ് വൺ? കാഴ്ചയിൽ ഇത് പീരിയോഡിക് ആണ്, പക്ഷെ ഇത് രണ്ടിന്റെ റേഷ്യോ എടുത്തു വരുമ്പോൾ ഇറ്റ് ബിക്കംസ് എൻ ഇറാഷണൽ നമ്പർ. ഫോർ ദ സിയിൽ നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് സൈൻ റൂട്ട് 2t അല്ലെ? ആൻഡ് ഫോർ t1 ഇറ്റ് ഇസ് 2π/1 and for t2 it is 2π/√2, and the ratio t1/t2 is equal to 2π/1 divided by 2π/√2, and it is √2/1, which is irrational. So it is not a periodic signal. C is the answer. Not periodic. Okay. Next is determine the fundamental period of a signal x of t is equal to. നമ്മൾ നേരത്തെ ചെയ്തതിൽ ഒരു എക്സാമ്പിൾ പോലെ അല്ലേ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ യെസ് ബി എന്നുള്ളൊരു. അപ്പോൾ ഇതിന്നൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു പീരിയോഡിക് ആവണ്ടേ, നമുക്ക് തോന്നിയ പോലെ നമുക്ക് ആ ആംഗിളും തോന്നിയ പോലെ ആ വാല്യൂസ് ഒന്നും ഇടാൻ പറ്റില്ല. സോ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എന്തായാലും. Determine the fundamental period of a signal x of t is equal to cos π/3t plus sin π/3 അല്ലേ? അപ്പൊ ഇതിലും t1 is equal to 2π/π/3 and t2 is equal to 2π/π/4 അല്ലേ? അപ്പോ ഇതെന്ന് പറയണത് two π/π/3 was 6 and this was 8. ആൻഡ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫണ്ടമെന്റൽ പീരിയഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. t is equal to ഓക്കെ, നമുക്ക് t1/t2 എന്താന്ന് നോക്കാം. t1/t2 is equal to 6/8 which is equal to 3/4 അല്ലെ? 3/4 and we have the fundamental period t is equal to 4t1 is equal to 3t2, and this is 4 into 6, 24. ഇത് 3 into 8 അല്ലേ? It is also 20. Same ആണ്. So 24. Okay, D is the answer. നമ്മളിതിന്റെ കറക്റ്റ്, അതായത് റേഷ്യോ കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ 2-3 സിഗ്നലിന്റെ HCFും LCM ഒക്കെ എടുത്തില്ലേ, അതേപോലെ എടുത്താലും മതി. ഇപ്പൊ ഇത് 6ഉം 8ഉം അല്ലേ? ന്യൂമറിക്കൽ അല്ലേ വരുന്നത്? ന്യൂമറിക്കലിൽ വരുമ്പോ LCM എടുക്കാം. അപ്പൊ 6ഉം 8ന്റെ LCM എന്ന് പറയണത് എന്താ? 2, 3, 4 അല്ലെ?
6 into 4 it is 24. അങ്ങനെയും എടുക്കാം. 15. A signal x of t follows the following property. X of t is equal to x of t. Okay, this is periodic signal അല്ലേ, where t is classified as periodic signal. അപ്പൊ ഇതിന് നിങ്ങൾ ആ റൂള് പഠിച്ചു വെക്കണം, അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് ഇസ് ഓക്കെ ഹിയർ വിച്ച് വൺ ഇസ് കറക്റ്റ്. ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളിപ്പോ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ കണ്ട് വന്ന സ്ഥിതിക്ക് ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും സൈനും കോസ് ഒക്കെ പീരിയോഡിക് തന്നെയാണ്. അപ്പോൾ ഈ സമ്മും എന്തുതന്നെയായിരിക്കും, അതൊരു പീരിയോഡിക് സിഗ്നൽ തന്നെയായിരിക്കും വിത്ത് പീരിയോഡിസിറ്റി. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ റേഷ്യോ, അതായത് പീരിയോഡിക് ആവണമെങ്കിൽ ഇറാഷണൽ ആവാൻ പാടില്ല രണ്ടിന്റെ പീരിയഡ്സിന്റെ റേഷ്യോ. പക്ഷെ ഇതിൽ കണ്ടില്ലേ, ഇതിലിപ്പോ നമുക്ക് ഒരു പയ്യെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തും പയ്യ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 2π മുകളിലത്തെ ആ പൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ സോ നമുക്ക് നോക്കാം. x1 is aperiodic and x2 is periodic. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ബോത്ത് ആർ നോട്ട് പീരിയോഡിക്, ഇത് എന്തായാലും ശരിയല്ല. x1 is no, it is not correct. ബോത്ത് ആർ നോൺ പീരിയോഡിക്, അതും ശരിയല്ല. ഇതിപ്പോ ഓക്കെ, ഇവർ കണ്ടില്ലേ, ഇത് x1 ആദ്യം തരുന്നതിന് പകരം x2 തന്നിരിക്കുകയാണ്, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദിസ് വൺ ഇസ് ദി ആൻസർ. ദിസ് വൺ ഇസ് ദി കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സ്ഥലത്തും ഈ പൈ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ ആ പൈ ക്യാൻസൽ ആയിപ്പോവും. നിങ്ങൾക്ക് പിന്നെ ഇറാഷണൽ നമ്പർ കിട്ടില്ല. റൂട്ടോ പൈയോ അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഈ ഇവിടത്തെ ഇല്ലേ, ഇത് ഈ 4ന്റെ അവിടത്തെ ആ പൈ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആവില്ല. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. x1 of tയുടെ കേസിലാണെങ്കിൽ t1/t2 എന്ന് പറയണത് 2π/2π/4. ഇത് കണ്ടില്ലേ? അപ്പോ മുകളിലത്തെ പൈ ക്യാൻസൽ ആയി പോവും, താഴത്തെ പൈ അവിടെ തന്നെ ഇരിക്കും. അപ്പോ ദിസ് ബിക്കംസ് 8/π. ഇത് 8/π ആവും, which is an irrational number. എയ്റ്റ് അല്ല, അപ്പൊ 4. മുകളിലത്തെ 2πയും താഴത്തെ പൈയും ഈ പൈ താഴെ വരും, 4 മുകളിൽ. ഓക്കെ, ഇതില് എന്തായാലും ക്യാൻസൽ ആയി പോകുന്നറിയാം. And this is 17th one. Find out the fundamental period of discrete times. ഇതിനാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ the different way how discrete signals are represented അതെടുത്തത്. ഓക്കെ, നമുക്കിതിപ്പോ -1/n എന്താണ് ഇതിന്റെ ടൈം പീരീഡ്, നമ്മൾ അതിനെ ചിന്തിക്കും അല്ലെ. You just put it on a graphic form. അപ്പൊ അത് graphical representation. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോവാം. and just becomes നമുക്ക് നോക്കാം. This is x of n and this is n -1/n അല്ലെ. അപ്പൊ -1/n എന്ന് പറയുമ്പോൾ n takes the value എന്താണ്, -∞ to ∞. സിഗ്മ അല്ലെ, സിഗ്മ n is equal to -n to n. അപ്പോ നമ്മുടെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഓരോ ഫംഗ്ഷൻ. സോ n is equal to 0 ആണെങ്കിൽ this becomes -1/0 which is 1. n is equal to 1 ആണെങ്കിൽ this becomes -1/1 which is -1. അപ്പോ n-ന് 0 ആയി 1 ആയി അല്ലെ, n-ന് -1 ഇട്ട് കൊടുക്കാം. n-ന് -1 ആണെങ്കിൽ -1/1 അല്ലെ.
minus 1 raised to minus 1 is 1. Then n is equal to ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സീറോ എന്നല്ല തുടങ്ങിയത്, സീറോ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് 1, ഓക്കെ, n is equal to 2 കൊടുക്കാം. സോ minus 1 raised to 2 it is 1. 3 കൊടുത്തു നോക്കാം. മൈനസ് അല്ലെ. ഇനി ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ n is equal to 0-ല് 1 ആണ്. n is equal to 1-ല് -1 ആണ്. n is equal to 2-ല് 1 ആണ്. n is equal to 3-ല് -1 ആണ്. അപ്പോൾ 0, 1, 2, 3. അപ്പൊ ഇതെങ്ങനെയാ റിപ്പീറ്റ് ചെയ്യണേ? 2 ഇന്റർവെൽസിലാണ് റിപ്പീറ്റ് ചെയ്യണേ അല്ലെ. അപ്പോൾ ഈ സീക്വൻസ് ആണ്. ഇനി വീണ്ടും ഒരു സീക്വൻസ് വരണമെങ്കിൽ ഇവിടെ 2 സീക്വൻസ്, അപ്പൊ 4-മത്തേലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇത് എത്ര ഇത് ഒക്കർ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ ഇത് 2 ന്യൂമറിക്കൽ, അതായത് 2 ഇന്റർവെൽസ് ആണ് ഇതിനെടുക്കുന്നത്. സോ ഇറ്റ്സ് ഫ്രീക്വൻസി ഇസ് 2. ക്ലിയർ ആയില്ലേ? ഈ പാറ്റേൺ വീണ്ടും വീണ്ടും ഫോളോ ചെയ്യാണ്. എപ്പോഴാണ് പാറ്റേൺ റിപ്പീറ്റ് ആവുന്നത്? 2 ഇന്റർവെൽസിന് ശേഷമാണ്. അപ്പൊ ചിലതിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുക്കുമ്പോഴാണ് വർക്ക് ചെയ്യുള്ളൂ. The period of the function is period is this is an periodic signal ആണ് അല്ലേ. So t is equal to 2 pi by omega, which is 2 pi by, നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വേറെ ടി ഇപ്പൊ ടി ആയിരിക്കും, t -1 ആയിരിക്കും, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒമേഗയാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ആ സ്ഥലത്ത് ഇവിടെ എന്താന്ന് നോക്കുക. which is പൈയും ക്യാൻസൽ ആയിപ്പോയി, and which is 8. So next, the integration of ramp function will be, എന്തായാലും റാമ്പ് ഇന്റഗ്രേറ്റ് ചെയ്ത ഇമ്പൾസ് ഒന്നും കിട്ടില്ല, ആൻഡ് ഇമ്പൾസ് ഫംഗ്ഷൻ ഉണ്ട്. റാമ്പ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൾസ് സ്റ്റെപ്പ് കിട്ടുമോ? ഇല്ല അല്ലെ. നൗ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടും. നൗ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ അത് കിട്ടില്ല. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓപ്ഷൻസ് ഇടാൻ വേറെ ഇല്ല, അതുകൊണ്ടാണ് ഇതന്നെ എടുത്തിട്ടിരിക്കുന്നത്. ആൻഡ് ദിസ് നമ്മൾ ഒരു റാമ്പ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത ഇന്റഗ്രേറ്റ് ആർ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്, വാട്ട് ഇസ് ഇറ്റ്, ഇന്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ് അല്ലെ. ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി ആണ്. സോ ഇറ്റ് ഇസ് ടി സ്ക്വയർ ബൈ 2, which is a periodic signal. It is nothing but it's a periodic function. Periodic function. Right? And let us see. A pulse function f of t is defined as നമുക്ക് ആദ്യം ഒരു പൾസ് ഫംഗ്ഷൻ വരയ്ക്കാം അല്ലെ. ഓഫ് ടി is defined as t for 1 less than, അപ്പൊ 1-നും 0-ക്കും ഇടയിൽ ഒരു പൾസ് ഫംഗ്ഷൻ, അത് 1 ആണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ. 0 റെസ്റ്റ് ഫോർ റെസ്റ്റ് ഓഫ് ദി അതേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ അറിയണം. ആൻഡ് ഇത് എനിക്ക് മനസ്സിലാക്കി തരാം, കുഴപ്പമില്ല.
it is in the even part. അപ്പോൾ നമുക്കറിയാം any function, അതായത് any signal x of t can be written as its x of e plus x of odd plus even termsന്റെ ഒരു ഇതായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. സോറി, ബൈ 2 ഇല്ല. ഒരു ഓഡിന്റെയും ഒരു ഈവന്റെയും ഫംഗ്ഷൻ ആണെന്ന് ആൻഡ് വാട്ട് ഇസ് ഈവൺ? ഈവൺ ടേം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഈവൺ ടേം എക്സ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2 അല്ലേ. ഓഡ് എന്തായിരുന്നു? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. അപ്പൊ നമ്മളോട് ഇതിൽ ഈവൺ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഈ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഈവൺ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് എഫ് ഓഫ് മൈനസ് ടി കാണണം അല്ലെ. എഫ് ഓഫ് ടി ഇതാണ്. അപ്പൊ എഫ് ഓഫ് മൈനസ് ടി എന്തായിരിക്കും? നേരെ ഇതിന്റെ നേരെ തിരിഞ്ഞതല്ലേ. ഇതാണ് എഫ് ഓഫ് മൈനസ് ടി മൈനസ്. ഓക്കെ, ഇത് എഫ് ഓഫ് ടി, എഫ് ഓഫ് മൈനസ് ടി. മൈനസിന് തുടങ്ങുന്നു, -1 തുടങ്ങും. ഓക്കെ, എഫ് ഓഫ് മൈനസ് ടി മൈനസ് സ്കെയിലിലേക്ക് പോയി. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. നമുക്ക് നോക്കാം, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താ ഇങ്ങനെയായിരിക്കും കിട്ടാം. എഫ് ഓഫ് ടി പ്ലസ് എഫ് ഓഫ് മൈനസ് ടി ഇങ്ങനെയായിരിക്കും കിട്ടാം. ഫ്രം -1 to 1 ടി അല്ലെ. ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരിക്കലും നമുക്ക് ടൈം പീരിയഡ് കുറയ്ക്കാൻ പറ്റില്ല. ആംപ്ലിറ്റ്യൂഡ് ആണ് കുറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഇറ്റ് ഇസ് ഹാഫ് ഫോർ എ ടൈം പീരിയഡ് ഓഫ് ഹാഫ് പെർ ഡേ. ബാക്കി എല്ലാ സ്ഥലത്തും 0. ഓക്കെ, സ്കെച്ച് ചെയ്തിട്ട് നമുക്കത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത സെഷനിൽ കുറച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ പെട്ടുന്നേ ഉള്ളൂ. അടുത്ത നോക്കാം. വാട്ട്സ് ദ റിസൾട്ട് ഓഫ്, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിഗ്നൽ ആണല്ലോ. ഒരു പൾസ്, റെക്ടാങ്കുലർ പൾസിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇന്റർവെല്ലിൽ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇമ്പൾസ് ആക്കി മാറ്റാം അല്ലെ. യു ഓഫ് എൻ മൈനസ് u of n minus u of n minus 1 is nothing but it is u of 0 അല്ലെ. u of 0 is nothing but it is impulse function. Next is 22. How much is the energy of the discrete types? നമ്മളോട് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ എനർജി അല്ലെ. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? This one is equal to n is equal to minus infinity to infinity xn the whole square അല്ലെ. Then energy, yes, this one. And ഈ u of n exist for അതുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ്. u of n exist for n is greater than 0. So നമുക്ക് ആ ലിമിറ്റ് മാറ്റാൻ പറ്റും. And it is it becomes n is equal to 0 to infinite x of n the whole square. Yeah. And
നമുക്കിതിൽ നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും energy signal E is equal to sigma n is equal to 0 to infinite നമ്മുടെ 0.5 അല്ലേ, 0.5 സ്ക്വയർ ദിസ് ബിക്കംസ് അല്ലേ. അപ്പൊ ഇതെന്താവും? സിഗ്മ n is equal to 0 to infinite 0.25. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ, പഠിച്ചതോ? അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രഷൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്തൂടെ? നമുക്ക് ചില ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് സിഗ്മ n is equal to 0 to infinite ആണെങ്കിൽ, ഓക്കെ സോറി, 0 to infinite ആണ്, infinite a raised to n, okay, which is 1 by one minus a. ഞാൻ ഇതും തമ്മിൽ റിലേറ്റ് ചെയ്ത് നോക്കിയതാണ്, ഈ ഫോമിൽ തന്നെയാണോ ഇത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോ നോക്കാം. വിച്ച് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1 by 1 minus a എന്താ 0.25 n അല്ലേ. which is equal to, ഇപ്പോ ഇതിന് 0 to n is equal to 0 to infinite അല്ലേ. അപ്പൊ നമുക്ക് ഈ വാല്യൂവിന് sorry, we have come back and okay. So ഇതിൽ ക്വസ്റ്റ്യനിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദ ക്വസ്റ്റ്യൻ ഇസ് x of n is equal to 0.5 raised to n ആണ് കേട്ടോ. നിങ്ങൾ ഇത് ആകെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയി. ആൻഡ് നമുക്ക് നോക്കാം. അപ്പൊ അത് സ്ക്വയർ ചെയ്യുമ്പോൾ അത് 2n ആയിട്ട് മാറും. This is n and this is n. So this is nothing but 1 by 1 minus 0.25 and it is 1 by 1 minus 0.25 നെ നമുക്ക് 1 by 4 എന്ന് എഴുതാം അല്ലേ. which is nothing but it is 1 by 3 by 4 which is 4 by 3. അങ്ങനെ ഒരു വാല്യൂ കിട്ടും. It is 4 by 3. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് എക്സ്പ്രഷൻസ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. It is the first one is sigma n is equal to 0 to infinite കേട്ടാ, a raised to n. ഇതൊരു പ്രോഗ്രഷൻ പോലെയാണ്. It is 1 minus a. ആൻഡ് ഈ ഫോർമാറ്റിലേക്ക് ആണോ എന്നുള്ളത് നോക്കണം. ഇറ്റ് ഇസ് n is equal to 0 to ഒരു ലിമിറ്റ് വരെ. സീക്വൻസ് നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് ഇതല്ല, ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ദിസ് ടേൺസ് ടു a raised to n plus 1 by 1 minus a. ഓക്കെ, ആൻഡ് ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണേ. 0 to n ആണെങ്കിൽ n plus 1 വരും. ഇവിടെ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് 1 by 1 minus a. ദെൻ നമുക്കൊരു കൊസൈൻ ഫംഗ്ഷൻ നോക്കാം. ഇറ്റ് ഇസ് സിഗ്മ cos pi by 2 ആണെങ്കിൽ, cos pi by 2 n ആണെങ്കിൽ it becomes 0. അതേപോലെ തന്നെ
സിഗ്മ സൈൻ പൈ ബൈ 4n ആണെങ്കിൽ it becomes 0. അതുപോലെ ഇനി വരുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ ടേം ആണ്, e raised to j pi by 2. ഇതൊക്കെ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പൈ ബൈ ഓക്കെ, ഒരു ഒമേഗ പൈ ബൈ 2 ഒമേഗയുടെ സ്ഥലത്ത് പിന്നെ ഒരു പൈ ബൈ 4. ഇത് നമ്മുടെ ഇതിന്റെ നേരെ ആശാനാണ് അല്ലേ. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് സ്ക്വയർ ഉണ്ട്, ഇറ്റ് ഇസ് 1 as well as sixth one e raised to j omega t the whole square is equal to 1. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതും എന്തായാലും മസ്റ്റ് ആണ്. അപ്പൊ അത് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്ക്രീറ്റിലെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഇതേപോലെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പ്രഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. This is integral -1 to 2 t raised. Okay, this is ആ ഫോമാറ്റ് തന്നെയാണ്, which is വീണ്ടും എഴുതാം. -infinity to infinity x of t del t minus t0 is equal to x of t0. Okay, so here നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട്. It is -1 to 2 അല്ലേ. പക്ഷേ ഡെൽറ്റ ടി പ്ലസ് 2 എന്ന് പറയണത് at t is equal to -2 ആണ്. അപ്പോ ഇത് ഈ റേഞ്ചിന്റെ അകത്ത് വരില്ല. അടുത്ത നോക്കാം. It is 24. What is the amount of information in a continuous signal? ഒരു സൈൻ വേവ് ആയാലും ഏതൊരു വേവ് കണ്ടിന്യൂസ് സിഗ്നൽ ആണെന്ന് വിചാരിക്കും. It has infinite points. That means it carries infinite number of informations. Just 25. The power of a sinusoidal signal is given by. Okay. So power is equal to P is equal to limit t tends to infinite 1 by 2t integral minus t to t x of t the whole square dt. ഇതല്ലേ ഒരു പവർ സിഗ്നൽ എന്ന് പറയണത്. സോ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലിമിറ്റ് t tends to infinite 1 by 2t integral minus t to t a by 2 cos omega t the whole square. അല്ലേ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ which is limit t tends to infinite 1 by 2t നമുക്ക് a സ്ക്വയർ ബൈ 4 പുറത്തെടുത്താലോ. ഇത് integral minus t to t cos square omega t dt അല്ലേ. and cos square theta is 1 plus cos 2 theta by 2. so it is limit t tends to infinite 1 by 2t a square by 4 integral minus t to t 1 minus 1 plus cos 2 omega t by 2. Again നമുക്കിതിനെ 2 factors ആക്കി എടുക്കാം, which is limit t tends to infinite 1 by 2t a square by 4 and integral minus t to t 1 by 2 dt.
പ്ലസ് അടുത്ത ടേം 0 ആയിട്ട് മാറും. എന്തായാലും അതൊരു പീരിയോഡിക് സിഗ്നൽ അല്ലേ, അപ്പൊ അത് 0 ആയിട്ട് മാറും. നമുക്ക് നോക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് t tends to infinite 1/2t a square by 4 integral, this one is t by 2 അല്ലേ. minus t by 2 infinite 1/2t a square by 4 t minus 2t is 2t. 2t cancel out and it's a square by 8. One plus cos 2 theta by 2 ഓക്കെ ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയി. അതായത് ഈ ടീക്ക് അല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ദെൻ there is a 2. So it becomes 4 into 2, it is 8, which is a square by 8. ക്ലിയർ ആയില്ലേ? സോ ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ പതുക്കെ ഓരോന്നും പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏത് എളുപ്പത്തിൽ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാം നമുക്ക് അല്ലേ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് പഠിക്കേണ്ട രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.